നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ ബി കെ ഫെർട്ടിലിറ്റി ക്ലിനിക് ചേറ്റുപുഴ തൃശ്ശൂരിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇത് മുമ്പ് ഞാൻ ഇതുവരെ വീഡിയോസ് എടുത്തതിൽ ഏറ്റവും സാധാരണ എടുത്തൊരു വീഡിയോ വാരിക്കോസീലിലാണ്. ഞാൻ പിന്നെയും അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കുകയാണ്. പക്ഷെ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി എത്ര സംശയം ക്ലിയർ ചെയ്താൽ പിന്നെയും സംശയങ്ങൾ ബാക്കിയിരിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ഫൈനൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ഫാക്ട് എന്താണ് വാരിക്കോസീൽ. വാരിക്കോസീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ ഞരമ്പുകൾ പോലെയാണ്. രക്തം എന്റെ കൈയുടെ ദൂരെ ഈ വിരലിന്റെ സൈഡിൽ നിന്ന് എല്ലാ ദുഷിച്ച രക്തവും തിരിച്ച് ശരീരത്തിലേക്ക് കയറുന്നതാണ് ഈ ഞരമ്പുകൾ. ഇതേപോലെ നമ്മളെ വൃഷത്തിന്റെ മുകളിലും ഞരമ്പുകളുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ ഞരമ്പുകൾ തെളിഞ്ഞു കിടക്കുന്നത്? അത് കയ്യിലെ ഞരമ്പുകൾ ഇത്രയും എണ്ണം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യില് ഇത്രയും ഞരമ്പുകൾ കാണുന്നുണ്ട് നിരന്ന്. ഇത് കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തില് ഈ കൈ എപ്പോഴും എന്റെ ഹാർട്ടിന്റെ താഴെയാണ്. എപ്പോൾ നമ്മളുടെ ഹാർട്ട് അടിക്കുന്നു രക്തം അങ്ങോട്ടേക്ക് എന്റെ വിരലിലേക്ക് സുഖമായിട്ട് എത്തുന്നു. എന്നുവെച്ചാൽ ഹാർട്ട് മുകളിലാണ്, ഗ്രാവിറ്റി അനുസരിച്ച് താഴേക്ക് പോകും. പക്ഷെ താഴേന്ന് മുകളിലേക്ക് രക്തം പോകാൻ തീർച്ചയായിട്ടും എന്റെ വിരലിന്റെ അറ്റത്ത് ഹാർട്ടില്ല. അതുകൊണ്ട് അവിടുന്ന് ബ്ലഡ് തിരിച്ച് വളരെ പതുക്കനെ പോകുള്ളൂ. ഞാൻ രാത്രി കിടക്കുന്ന സമയത്താണ് എന്റെ ശരീരത്തിലെ നമ്മളെല്ലാവരുടെയും ശരീരത്തിലെ ഈ രക്തം തിരിച്ച് മുകളിലേക്ക് സുഖമായിട്ട് ഒഴുകുന്നത്. അതേപോലെ നമ്മുടെ കാലിലും അതേപോലെ രക്തം പതുക്കനെ വരുള്ളൂ. അപ്പൊ വൃഷ്ണവും നമ്മൾ കിടക്കുന്ന സമയത്ത് മാത്രമേ ഹാർട്ടിന്റെ അതേ ലെവലിൽ വരൂ. അതുവരെ വൃഷ്ണം താഴെ, ഹാർട്ട് മുകളിലാണ്. നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നവരാണ്. അവിടെ തീർച്ചയായിട്ടും ഈ രക്തം പതുക്കിനെ തിരിച്ച് മുകളിലേക്ക് വരുള്ളൂ. ഈ പതുക്കിനെ വരുന്ന രക്തം തീർച്ചയായിട്ടും അവിടെ കുറച്ച് ഞരമ്പുകളെ തടിപ്പിക്കും. അത് നോർമലാണ്. വൃഷ്ണം താഴെ, വാരിക്കോസീല് മുകളിലാണ്. എന്നുവെച്ചാൽ വൃഷ്ണത്തിന്റെ വളരെ മുകളിലാണ്. അപ്പോ എന്നെ വിളിക്കുന്ന കൂടുതൽ പേര് അല്ല എന്നെ കാണാൻ വരുന്ന കുറെ പേരില് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഈ ഞരമ്പുകൾ തടിച്ച് പെടച്ച് വളഞ്ഞ് ഒടിഞ്ഞ് ചതഞ്ഞ് അതിലെ ദുഷിച്ച രക്തം കാരണം അത് വൃഷത്തിനെ ഉള്ളിലത്തെ അണുക്കളെ നശിപ്പിച്ച് ചിലപ്പോൾ കൗണ്ടുകൾ കുറഞ്ഞ് അതിന് ഇനിയും കുറച്ച് ഒന്നും ഇല്ലാതെ ആക്കി. ചിലപ്പോൾ വേദനയുള്ള വൃഷത്തിന്റെ സൈഡിലെ വേദനകൾ കാരണം ഈ പ്രോബ്ലം ഒക്കെ വെച്ചിരുന്നാൽ നിങ്ങളുടെ പ്രശ്നം കൂടുകയുള്ളൂ. നാളെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊരു പ്രശ്നത്തിന് വേണ്ടി ഓപ്പറേഷൻ എന്നുള്ള ഓപ്ഷൻ പറയും. ഒരു സർവ്വസാധാരണ പറയുന്ന ഒരു വാരിക്കോസീലെക്ടമി എന്നൊരു ഓപ്പറേഷൻ, അത് തുറന്നാവാം, ലാപ്രോസ്കോപ്പിക്കലി ആവാം, എന്താണെങ്കിലും അതിന് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഉത്തരമില്ല എന്നാണ്. വെച്ചാൽ എന്റെ ഈ കയ്യിൽ ഞരമ്പുകൾ പോകുന്ന പോലെയുള്ള ഞരമ്പുകളാണ് താഴെ. അപ്പൊ ഈ ഞരമ്പുകൾ എനിക്ക് എടുത്തിട്ട് വല്ല ഗുണമുണ്ടോ? ഈ രക്തം ഉള്ളിലേക്ക് പോകണ്ടേ, എനിക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ കൃത്യം നോക്കിയിട്ട് ആ രക്തക്കൊഴലിൽ നമ്മൾ കെട്ടി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ രക്തം വേറെ വഴി കൂടെ പോകും. നിങ്ങൾക്ക് നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. രണ്ടു കാലം എന്തായാലും നിങ്ങൾ പിന്നെയും നടക്കും. തീർച്ചയായിട്ടും പിന്നെയും വാരിക്കോസീൽ വരും. അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് വൃഷണത്തിനെ ബാധിക്കുകയില്ല. അത് ഉണ്ടായതുകൊണ്ട് ബാധിക്കില്ല. പക്ഷെ ഓപ്പറേഷൻ ചെയ്തെടുത്താൽ ചിലപ്പോൾ അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാം. ബീജങ്ങളിൽ നിന്ന് വരുന്ന വൃഷണത്തിലേക്ക് പോകുന്ന രക്തോട്ടത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ചിലപ്പോൾ അത് കാരണം അവിടെ ബീജങ്ങളുടെ സംഖ്യ ചിലപ്പോൾ കുറഞ്ഞേക്കാം. ചിലപ്പോൾ ഹൈഡ്രോസീൽ അതിന്റെ ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതും അതിന്റെ പ്രോബ്ലംസ് ഉണ്ടായേക്കാം. അങ്ങനത്തെ വേറെ വേറെ പ്രശ്നങ്ങൾ. പിന്നെ എപ്പോഴും സ്ഥിരം ചിലപ്പോൾ വൃഷണത്തിനുള്ള വേദനയും വന്നേക്കാം. എത്രയോ പേര് എന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ കാണുന്ന കുറെ പേരില് ഈ പ്രോബ്ലം ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു വ്യത്യാസം ഇല്ലാതെ ഇരിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വാരിക്കോസീൽ ഒരിക്കലും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഒരു വ്യത്യാസവും നിങ്ങളുടെ ബീജങ്ങളിൽ ഉണ്ടാക്കാനുള്ള കഴിവില്ല. പിന്നെ വാരിക്കോസീൽ ഉണ്ടാവുന്ന എല്ലാവർക്കും ഒരു സംശയം വെച്ചാൽ ഡോക്ടർ പറഞ്ഞു എന്റെ ഒരു വേദനയുണ്ട്, എനിക്കൊരു വൃഷണത്തിൽ ഒരു വേദനയുണ്ട്, അത് വാരിക്കോസീൽ കാരണമായിരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്റെ ഈ ഞരമ്പുകൾ എത്ര തെളിഞ്ഞ് രക്തക്കൊഴൽ എത്ര തെളിഞ്ഞ് കിടക്കണമെങ്കിലും ഇതിൽ എപ്പോഴെങ്കിലും വേദന വരുമോ? ഒരു കാരണവശാലും വരില്ല. വാരിക്കോസീൽ പൊതുവെ വാരിക്കോസീൽ രക്തക്കുഴലുണ്ട് ഉള്ളില് രക്തം കട്ട പിടിച്ച് DVT എന്ന് പറയും, ഡീപ് വെനസ് ത്രോംബോസിസ്, രക്തം കട്ട പിടിച്ച് ഇൻഫെക്ഷൻ ഒക്കെ ആയാൽ മാത്രമേ വേദന എടുക്കുള്ളൂ. അത് വളരെ 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 അപൂർവമാണ്. ഗ്രേഡ് 5 വാരിക്കോസീൽ എന്ന കണ്ടീഷൻ ഇതിൽ മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നത് ബീജങ്ങളുടെ കൗണ്ട് കുറയുന്നുണ്ട്, അത് വാരിക്കോസീൽ കാരണം അത് എടുത്ത് കളഞ്ഞേക്കും. ഒരു കാരണവശാലും തൊടേണ്ട ആവശ്യമില്ല. ബീജങ്ങളെ ഒരിക്കലും വാരിക്കോസീൽ എഫക്ട് ചെയ്യില്ല. സബ് ക്ലിനിക്കൽ വാരിക്കോസീൽ എന്നുവെച്ചാൽ നമ്മളെ ഒന്നും പ്രശ്നമൊന്നുമില്ല, കുറച്ച് വേദനയുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ സ്കാനിൽ ഡോക്ടർ പറഞ്ഞു എനിക്ക് വാരിക്കോസീൽ ഉണ്ട്, അതിന് ഓപ്പറേറ്റ് ചെയ്യണം. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എന്നെ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു പേഷ്യന്റ് 14-15 വയസ്സിലാണ്. അച്ഛനും അമ്മയും വന്നിട്ടാണ് പറഞ്ഞത്, ഏതൊരു ഡോക്ടർ പറഞ്ഞു വാരിക്കോസീൽ ഉണ്ട്, ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ഏറ്റവും വലിയ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വെറും വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, കോൺസ്റ്റിപ്പേഷൻ. നിങ്ങൾ എല്ലാ ദിവസവും ടോയ്ലറ്റിൽ പോകുമ്പോൾ ഭയങ്കര ഹാർഡാണ്, ഭയങ്കര മുറുകിയിട്ടാണ് പോകുന്നത്. നിങ്ങൾ കുറെ കിടന്ന് മുക്കിയിട്ട് എന്തെങ്കിലും വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രോബ്ലത്തിന് ചിലപ്പം നിങ്ങൾ കുറെ കിടന്ന് മുക്കുന്ന സമയത്ത് ഞരമ്പുകൾ തീർച്ചയായിട്ടും തെളിഞ്ഞു വരും.
ഇപ്പൊ നാദസ്വരം വായിക്കുന്നതും ഈ ഷഹനായി വായിക്കുന്നവർക്കും എത്ര ഫോഴ്സിലാണ് അവർ ഊതുന്നത്, അവരെ കഴുത്തിൽ ഞരമ്പുകൾ തെളിഞ്ഞു വരില്ല. അതേപോലെ നിങ്ങൾ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് മുക്കുമ്പോൾ ഏറ്റവും താഴെ എന്താ ഉള്ളത്? വൃഷ്ണങ്ങളല്ലേ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മാക്സിമം ഫോഴ്സ് എവിടേക്കാ പോകുന്നത്? ആ വൃഷ്ണത്തിന് മുകളിലത്തെ ആ ഞരമ്പുകളിലെ രക്തക്കുഴലിലേക്കല്ലേ. അതന്നെ ആയിക്കൂടെ വാരിക്കോസീലിനൊരു കാരണം. വേറെയെങ്കിലും നിങ്ങളുടെ ജോലിയുടെ സംബന്ധിച്ചോ, നിങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചോ, വെയിറ്റ് എടുക്കുന്നത് സംബന്ധിച്ചോ ആയിരിക്കാം. ചിലപ്പോൾ ശ്വാസം മുട്ട് സ്ഥിരമായിട്ട് ഈ പ്രോബ്ലം ഉള്ളതിനൊരു കാരണമായിരിക്കാം. പക്ഷെ അതിന് ഓപ്പറേഷൻ ഒരു കാരണവശാലും ഒരു ട്രീറ്റ്മെന്റ് അല്ല. മരുന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ മാറ്റാവുന്ന കാരണങ്ങൾ മാറ്റുക. അല്ലെങ്കിൽ ഇപ്പൊ വയറ്റിൽ നിന്ന് പോകുന്ന പ്രശ്നമാണെങ്കിൽ അത് സാധാരണ വെള്ളം കുടിച്ച് നന്നായിട്ട്, അല്ലെങ്കിൽ അത് വയറ്റിൽ നിന്ന് പോകുന്ന സ്മൂത്ത് ആക്കാനുള്ള മരുന്ന് നോക്കുക. അത് മാത്രം ചെയ്ത് നമുക്ക് പ്രോബ്ലം ഒഴിവാക്കാന്നുള്ളൂ. വാരിക്കോസിൽ എന്ന് പറഞ്ഞ പ്രോബ്ലത്തിന് ഒരു കാരണവശാലും സർജറി ഒരു നല്ല ഓപ്ഷൻ അല്ല. അതിനെ വെറുതെ വിട്ടേക്കാം, വെറുതെ പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തണ്ട. അത് വാരിക്കോസിൽ പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അത് ബീജങ്ങളെ എഫക്ട് ചെയ്യൂല. ഇത് എന്റെ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആയിരിക്കും വാരിക്കോസീലിനെ പറ്റി. പക്ഷെ എന്നാലും സംശയങ്ങൾ ഇനിയും ബാക്കി ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ സംശയങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന്, ഇവിടുത്തെ ഈ നമ്പറിലേക്ക് ഒന്ന് അയക്കുക, അല്ലെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയോ ചെയ്യാം. അതിനുള്ള ഉത്തരം അതനുസരിച്ച് ഞാൻ തരുന്നുണ്ടാവും. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ടേയും കാണാം.